സദസ്സിലുമുള്ള ആദരണീയരെ, ഞാനൊരു സംഭവമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. 30 കൊല്ലം അധ്യാപകനായി ജോലി ചെയ്തപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് റിട്ടയർ ചെയ്യണമെന്ന് ആശംസിക്കുകയാണ്. നമുക്ക് നല്ല വാക്കുകൾ കിട്ടും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ 16 കൊല്ലം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും എനിക്കിപ്പോ പറയാനുമില്ല. പറയേണ്ടതൊന്നും ഞാൻ പറയാതിരുന്നിട്ടുമില്ല. ചെയ്യേണ്ടതൊന്നും വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ പറ്റി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റ് എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ യാതൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ അത് നടപ്പിലാക്കുന്നതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ എന്റെ സഹപ്രവർത്തകരുടെ സംഘടന എന്താണെന്ന് വരെ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതെനിക്കറിയുകയും വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഇന്ന് എന്റെ ഈ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട് നല്ല വാക്കുകൾ സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും ഈ എന്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെയായി ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ, ബഹുമാനികൾ, ഒരുപക്ഷെ ഞാൻ തോന്നുന്നു ഞാൻ പഠിപ്പിക്കാത്തത് ഇവിടെ ഇരിക്കുന്നതില് ബേബി സാറും പിന്നെ സതീഷ് സാറും ആയിരിക്കും ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ക്ലാസ്സിന് മുമ്പിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും. വലിയ സ്വപ്നങ്ങൾ കാണണം. അത് അബ്ദുൽ കലാം പറയുന്ന പോലെ പറയാനൊന്നും എനിക്കറിയില്ല. ഞാൻ ആ സ്വപ്നം കണ്ടിട്ടുള്ള ആളാണ്. അതെന്റെ ജീവിതത്തിലും എന്റെ തൊഴിലും. എന്റെ ജീവിത പങ്കാളി റീത്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ എന്റെ ഭാര്യയായി സ്വീകരിച്ചു. പ്രിയങ്കരായ 2 മക്കളും ഇരിക്കുന്നു. അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി ഞാൻ സ്വീകരിച്ചു. ആ ജോലിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഞാൻ ബലി കഴിച്ചു. 2005 തന്നെ ഹയർ സെക്കൻഡറി പ്രൊമോഷൻ, അതിനുശേഷമുള്ള പ്രധാന അധ്യാപിക തസ്തികകൾ ഒക്കെ ഞാൻ ബലി കഴിച്ചത് എന്റെ ഇഷ്ടത്തിന് വേണ്ടി ജോലി ചെയ്യാനാണ്. ഞാൻ ഇപ്പോഴും ആ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് എന്റെ മുമ്പിൽ പറഞ്ഞവരുടെ കാര്യങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല. സംസ്ഥാനത്ത് തന്നെ രാജ്യത്ത് തന്നെ മികച്ച ഒരു IT ജില്ലയായി ഇതിനെ മാറ്റാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ SITCയുടെയും എന്റെ ഓഫീസിലെ എന്റെ ഓരോ സഹപ്രവർത്തകരുടെയും എന്റെ മുൻഗാമികളുടെയും പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ബേബി സാറിന്റെ കൂടെ ഞാൻ മാസ്റ്റർ ട്രെയിനറായിട്ട് വന്നത് ഒരു അപേക്ഷ കൊടുത്തിട്ടല്ല. ഒരു ദിവസം ബേബി സാറും DO സാറ് പറയുമ്പോൾ ഞാൻ അങ്ങനെ അറിയാറായിപ്പോയത്. ഒരു ട്രെയിനിങ്ങിന് എന്നെ എറണാകുളത്തേക്ക് വിളിപ്പിക്കുക. ബേബി സാറും മജീദ് സാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് ആർക്കും അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ എന്നെ കൊണ്ടുപോയി ഞാനൊരു 15 ദിവസം ഒരു ട്രെയിനിങ് എറണാകുളത്ത് വെച്ച് പങ്കെടുത്തു. അതിൽ ഒരു 80% മാർക്ക് കിട്ടിയവരെ മാത്രം തെരഞ്ഞെടുത്തു. സുരേഷ് സാറും അത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തൃക്കാക്കര ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലിനക്സിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു 15 ദിവസം ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഒരുപക്ഷെ കമ്പ്യൂട്ടറിന്റെ ലിനക്സിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കുന്നത്. ബേബി സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസം ഞാൻ എന്നും അഭിമാനത്തോടെ വിചാരിക്കുന്ന ഒരു കാര്യത്തിനാണ് ബേബി സാറ് മാറ്റി പറഞ്ഞത്. ജില്ലയ്ക്കും സംസ്ഥാനത്തിന്റെ സ്പോർട്സിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഞാനാണ്. ആ സോഫ്റ്റ്വെയർ ആണ് വീണ്ടും പഠന പദ്ധതിച്ച് സംസ്ഥാനത്തെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മേളയുടെ സോഫ്റ്റ്വെയർ ആയിട്ട് മാറിയത്. കലാമേളയുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ, ശാസ്ത്രമേളയുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ, സമ്പൂർണ്ണ ഉണ്ടാക്കാൻ, ഹയർ സെക്കൻഡറിയുടെ പബ്ലിക് എൻട്രൻസ് എക്സാമിനേഷന്റെ കോച്ചിങ്ങിന്റെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പീക്സ്, ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ സോഫ്റ്റ്വെയർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മാറി വന്ന ഗവൺമെന്റുകളുടെ ഒപ്പം നിന്നിട്ട് എനിക്കതിന്റെ മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റി. കുറെ കാലം ജില്ലാ കോർഡിനേറ്റർ പദവിയുടെ ഒപ്പം തന്നെ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്നൊരു ചുമതലയോടെയുള്ളത് ജില്ലയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്റെ കുടുംബത്തിന്റെ പിന്തുണ കൊണ്ടാണ്, അവരുടെ പിന്തുണ കൊണ്ടാണ്. രാവിലെ വൈകുന്നേരം ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോവുക, രാവിലെ തിരുവനന്തപുരത്ത് എത്തുക, വൈകുന്നേരം വരെ മീറ്റിംഗ് കഴിയുക, തിരിച്ചിവിടെ വരിക, അപ്പോൾ പറയുന്നു പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് എത്താൻ. ഇവിടെ വരുമ്പോൾ ഒരു കുപ്പായം പോലും മടക്കി വെക്കാൻ പറ്റാത്തപ്പോ എന്റെ കുടുംബിനി, എന്റെ അമ്മ, എന്റെ സഹോദരങ്ങൾ, എന്റെ മക്കൾ ഏറെ ത്യാഗം സഹിച്ചിട്ടാണ് എന്റെ കൂടെ ഇങ്ങനെ നിന്നത്.
എന്റെ സഹപ്രവർത്തകർ ഇപ്പോ ഏറെ അഭിമാനത്തോടെ മുൻപ് ഹെഡ്മാസ്റ്റർമാരായിട്ടുള്ള ധാരാളം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, മാസ്റ്റർ ട്രെയിനർമാരായിട്ടുള്ളവരോട് വന്നിട്ടുണ്ട്. എന്നോടുള്ള ഈ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുകയാണ്, കൈറ്റ് ITL സ്കൂൾ വലിയ ഒരു കൂട്ടായ്മയാണ്. അതിൽ SSIT സ്കൂൾ IT കോർഡിനേറ്റർ എന്നതിനപ്പുറത്തേക്ക് സ്റ്റുഡന്റ് IT കോർഡിനേറ്റർ മുതൽ ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ മിസ്റ്റർമാർ മുതൽ ജോയിന്റ് SITC മാസ്റ്റർ ട്രെയിനർ കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ, അക്കാഡമിക് കോർഡിനേറ്റർ, CEO വരെയുള്ള വലിയൊരു കാര്യം. ഇതിന്റെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഒട്ടും സംശയമില്ലാതെ പറയാൻ പറ്റും, എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ IT കോർഡിനേറ്ററും വിദ്യാലയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രഗത്ഭരാണ്. നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് വരണം. നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ SITC ഫോറം വഴി ജില്ലയിലെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്തണം. ഞാൻ സ്വപ്നം കാണുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും എന്റെ ജില്ലയില് വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഒക്കെ മീറ്റിംഗിലും ഒക്കെ എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു പേടിയുണ്ട്. കാരണം നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളെ തന്നെ സ്ഥിരമായിട്ട് എത്തിക്കാൻ നമുക്ക് പറ്റാത്തപ്പോൾ വലിയ വലിയ കാര്യങ്ങളെ പറ്റി നമ്മൾ അങ്ങനെയാ സംസാരിക്കുക. എന്റെ ആ ഒരു സ്വപ്നം ഇതാണ്, ഓരോ കുഞ്ഞിന്റെയും മുമ്പിൽ ഒരുപക്ഷെ ഒരു ഡിവൈസ് ഉണ്ടാകാം, കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു പ്രത്യേക ഡിവൈസ് ഉണ്ടായില്ലാതിരിക്കും. അവന്റെ മുമ്പില് അവൻ ആവശ്യമുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുഷ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. ഒരു കുട്ടി ഗണിതം പഠിക്കുമ്പോൾ അവൻ ഒരു കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് അവന് രസകരമായ കളി പൂർത്തിയാക്കിയാൽ അതിന് തൊട്ടു മുകളിലേക്ക് പോകാൻ, അവൻ കണക്കിന്റെ 3-4 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അവന് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അറിയുമ്പോൾ അവനെ പുറകോട്ട് വിടാതെ രസതന്ത്രത്തിലെ ഏതെങ്കിലും ഒരു ചോദ്യം അവന്റെ മുമ്പിലേക്ക് ഇട്ട് അവനെ പ്രചോദിപ്പിക്കാൻ, അങ്ങനെ ഓരോ കുഞ്ഞിനെയും അറിഞ്ഞ് അവന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവനെ വളർത്തുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ്. ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നിനെ പറ്റിയുമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വരാൻ പോകുന്ന കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതാണ്. നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചു, സ്വിച്ച് ഇട്ടപ്പോ പ്രവർത്തിച്ച കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കേടുവന്ന കമ്പ്യൂട്ടറിനെ നന്നാക്കി പരീക്ഷ നടത്തിയവർ. ഇനി നമുക്ക് വേണ്ടത്, ഒരു കുഞ്ഞും വരാതിരിക്കില്ല സ്കൂളിൽ, അവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് വരുന്നതെങ്കിൽ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പലർക്കും അറിയാം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇഷ്ടമുള്ള ഒരാളെ കാണാൻ വേണ്ടി എവിടം വരെ നമ്മൾ പോയിട്ടുണ്ട്, ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര നേരം നമ്മൾ കാത്തു നിന്നിട്ടുണ്ട്, ഇഷ്ടമുള്ളൊരു വസ്ത്രം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കുതിച്ചിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് കുട്ടി ഓടി വരും. എനിക്ക് ഓർമ്മയുണ്ട്, 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സ്കറിയ സാർ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് വയറുവേദനയായിരുന്നു. കാരണം ഞങ്ങളെ ക്ലബ് ചെയ്തിട്ട് B ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തും. എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് എന്റെ സ്കറിയ സാറിനോട് ഇഷ്ടമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവര് നമ്മളെ എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ട്. തൊടാത്ത ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടാവണമെന്നില്ല, ആ തൊടൽ ശാരീരികമായിട്ട് വേണമെന്നില്ല. അത് നല്ല വാക്കുകൊണ്ടാകാം, നല്ല പ്രവൃത്തി കൊണ്ടാകാം, നല്ല ആ ഒരു സ്പർശം കൊണ്ട്, സ്വാതന്ത്ര്യം കൊണ്ടാകാം. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തൊടാൻ പറ്റണം. ആ തൊടലിന് സഹായിക്കുന്ന ഏറ്റവും പുതിയ സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കുട്ടിയുടെ മുമ്പിലേക്ക് കളികളുടെ രൂപത്തിൽ, പാട്ടിന്റെ രൂപത്തിൽ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറയണം. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മജീദ് സാർ എത്തിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കില്ല. എന്റെ മുമ്പില് പനവളം ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സിലെ പ്രിൻസോ എന്ന് പറഞ്ഞൊരു കുട്ടിയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു 3-4 വർഷം മുമ്പ് IT സ്കൂളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോ ഒരു തല ഇങ്ങനെ വാതിൽ കൂടെ കയറി വരും, അതുപോലെ പുറത്തോട്ട് ഇറങ്ങി പോകും. ഈ പ്രിൻസ് ഉരുണ്ട് തടിച്ചിരിക്കുന്ന, അത്യാവശ്യം ഭേദപ്പെട്ട കറുപ്പ് നിറമുള്ള ഒരു കുട്ടിയാണ്, നല്ല വയറുമുണ്ട്. പ്രിൻസ് അങ്ങനെ 2-3 പ്രാവശ്യം പോയി വരുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവനെ നന്നായി വിറയ്ക്കുന്നുണ്ട്. അവൻ ഓടി അകത്തേക്ക് വന്നു. ഞാൻ വേഗം അവനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. എന്താ മോനെ കാര്യം? അപ്പൊ പ്രിൻസിനോട് പറഞ്ഞു, സാറേ എനിക്ക് സാറോട് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും സാറോടല്ലാതെ ഞാനിത് ആരോട് ചോദിക്കും. എനിക്ക് പ്രിൻസിനെ അതിനു മുമ്പ് അറിയില്ല. അവൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? സാറേ, എന്റെ അമ്മമ്മ, അവന്റെ അച്ഛന്റെ അമ്മ കൂലിപ്പണി എടുത്തിട്ടാണ് എന്നെ വളർത്തുന്നത്. ചെറിയാട്ടൂരുകാരനാണ്.
അപ്പൊ അവൻ കണ്ടൊരു കാര്യം, ഈ നെല്ല് വാങ്ങിക്കൊണ്ടുവന്ന് പുഴുങ്ങുന്ന നെല്ല് പറമ്പിലിട്ട് അമ്മ ഉണക്കുമ്പോൾ കോഴി വന്നിട്ട് എന്ത് ചെയ്യും? ഈ നെല്ല് തിന്നും. അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഈ കോഴിയെ ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ അമ്മമ്മയ്ക്ക് മറ്റൊരു പണിയെടുക്കാൻ പറ്റില്ലേ? എങ്ങനെയാണ് ഒരു IT കോർഡിനേറ്റർ എന്ന നിലക്ക് എന്റെ കണ്ണിൽ വെള്ളം വരാതിരിക്കുക? എങ്ങനെയാണ് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാതിരിക്കുക? എനിക്ക് ഈ IT വന്നപ്പോ ഒരു അധ്യാപകനായതിൽ ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു ആ പ്രിൻസ്. അവരുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കഴിഞ്ഞു പോയി, നല്ല മിടുക്കനായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അത് അവർ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സെൻസർ വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഒരു ഒബ്ജക്ട് മുമ്പിൽ വരുമ്പോൾ പ്രതികരിക്കുന്ന ശബ്ദം കേൾക്കുന്ന ഒരു സാധനത്തെയോ ഒരു വെടിവെക്കുന്ന ഒരു തോക്കിനെയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. അതുപോലെ മറ്റൊരു കുട്ടി എന്നോട് വന്നിട്ട് ചോദിച്ചു, സാർ ഈ ബസ്സിലേക്ക് ഇരുന്ന് ഉറങ്ങിപ്പോകില്ലേ ചില ആൾക്കാർ? ഇവിടെ നിന്ന് പോകുമ്പോൾ 4-ാം മൈൽ ഇറങ്ങുന്നതിന് പകരം ചിലപ്പം ബസ്സങ്ങ് നീണ്ടുപോയി ജീവൻ പോയി ചെല്ലുന്ന മാനന്തവാടി പോയി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിക്കകത്തങ്ങ് കയറുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തരെയും ആ സമയം വരുമ്പോൾ വിളിച്ചേൽപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? നമ്മുടെ കുഞ്ഞുങ്ങളാ. അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ജപ്പാനിൽ പോയിട്ടുണ്ട്, വയനാട് ജില്ലയിൽ മധുസോറിയിരിക്കുന്നു. പ്രഗത്ഭരായ IT കുട്ടികളെ ഉണ്ടാക്കിയവരാണ് ഇവരൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പോൾ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ആ മലാപ്പുറമ്പിൽ എത്തിയപ്പോ വെറുതെ ഒരു ചുവന്ന ലൈറ്റിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വരുന്നില്ല. എങ്കിലും അതിങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങി തീരുന്നത് വരെ എനിക്ക് ഇപ്പുറത്തിങ്ങനെ നിൽക്കേണ്ടി വന്നു. വണ്ടി വരുന്നേ ഇല്ല. പക്ഷെ പച്ച ലൈറ്റ് കഴിഞ്ഞാൽ കത്തിയാലല്ലേ തിരിച്ചു വിടാൻ പറ്റുള്ളൂ. എന്തേ ഇക്കാലത്തും ഈ ട്രാഫിക് ലൈറ്റുകളൊക്കെ ഇങ്ങനെ? ഒന്നാലോചിച്ച് നോക്കി, ആ വരുന്ന എല്ലാ റോഡിലും കുറച്ച് ക്യാമറകൾ വെക്കുകയും അതിന്റെ ഇമേജ് എടുക്കുകയും ആ ഇമേജിനെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പ്രോസസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ റൂട്ടിലും വരുന്ന വാഹനങ്ങൾ എത്രയാണെന്നും അതിന്റെ വേഗത എത്രയാണെന്നും അത് ഈ സ്ഥലത്ത് എപ്പോഴെത്തുമെന്നും തിരിച്ചറിഞ്ഞാൽ, ഞാനിത് സംസാരിക്കുന്നത് നമ്മുടെ മജീദ് സാർ കൂടി ഇവിടെ ഇരിക്കുന്ന ഒരു സമയത്താണ്, ജില്ലയിലൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം ഒരു ട്രാഫിക് ലൈറ്റ് നിൽക്കുകയല്ലോ വേണ്ടത്. വാഹനം വരുന്ന സമയത്ത് പോരെ ഈ ലൈറ്റ് അവിടെ കത്തി നിൽക്കേണ്ട കാര്യമുള്ളൂ. വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും പച്ച ലൈറ്റ്, തിരക്ക് കുറവാണെങ്കിൽ എല്ലാവർക്കും കടന്നു പോകാനോ. ആവശ്യമില്ലാത്ത 3-4 മിനിറ്റും ഒക്കെ നമ്മൾ നിൽക്കുന്നില്ലേ? IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ജീവിതത്തെ എപ്പോ ലളിതമാക്കുന്നോ രസകരമാക്കുമ്പോഴോ അപ്പൊ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ടുള്ള നിലനിൽപ്പ്. ഈ കമ്പ്യൂട്ടറും പരീക്ഷയൊന്നും ഇനി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് തന്നെ കാണാൻ പറ്റും, ഒരു ഡിവൈസ്, ഫിസിക്കൽ ഡിവൈസിന്റെ ഒരു സാന്നിധ്യം ഇല്ലാതെ നമ്മൾ എല്ലാവരും ടെക്നോളജിയെ ഉപയോഗിക്കുന്ന കാര്യം. ഒരുപക്ഷെ അത് ബയോടെക്നോളജിയുടെ മേഖലയിലായിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും അത് വരിക. എനിക്കറിയില്ല, കാരണം ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. എന്റെ വിഷയം സോഷ്യൽ സയൻസാണ്. ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസാണ്. അതിലാണ് ഞാൻ PG എടുത്തത്. പക്ഷേ ഞാൻ കൈകാര്യം ചെയ്യുന്ന IT ആണ്. അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ഇപ്പോഴും ചെയ്യും. ഞാൻ എപ്പോഴും എന്റെ നേരത്തെ ആൾക്കാർ പറഞ്ഞതുപോലെ ഒരു കാര്യം എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്ന കാര്യമുണ്ട്. ഒരു ട്രെയിനിങ്ങിന് DRCയിലേക്ക് ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലേ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ട്രെയിനിങ് നടത്തുന്ന മാസ്റ്റർ ട്രെയിനർ ഞാനല്ല, മജീദ് സാറായിരിക്കും, മുഹമ്മദ് സാറായിരിക്കും, ഷാജു സാറായിരിക്കും, ബാലൻ സാറോ ഹസീൻ ടീച്ചറോ സുരേഷ് സാറോ ഒക്കെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കും, രാവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് 2 പേർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ 20 പേര് ട്രെയിനിങ്ങിന് വരില്ലേ? എങ്ങനെ ട്രെയിനിങ് നടത്തും? ആ രാത്രി ഇരുന്ന് ഞാൻ ആ മൊഡ്യൂൾ പഠിക്കും. ഞാൻ ഒരു വാക്കുപോലും പറയേണ്ടി വരില്ല. എനിക്ക് ഇവർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ സഹപ്രവർത്തകരാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും സൗഭാഗ്യങ്ങളിലൊന്ന് എന്റെ ജില്ലയിലെ SITCമാരാണ്. മറ്റൊന്ന് എന്റെ ലിറ്റിൽ കേസ് മാസ്റ്റർമാരും മിസ്ട്രസുമാരും സ്കൂൾ IT കോർഡിനേറ്റർമാരും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുമാണ്. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു, അവരെ നമ്മൾ കെട്ടിപ്പിടിക്കണം, ആ കുഞ്ഞുങ്ങളെ. അത് IT കോർഡിനേറ്റർമാർക്കേ സാധ്യമാകൂ. ഹെഡ്മാസ്റ്റർമാർ വരും പോകും. ഹെഡ്മാസ്റ്റർമാരെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹെഡ്മാസ്റ്റർമാര് വരും പോകും, ടെക്നോളജി അറിയുന്നവർ വരും പോകും. ആ ടെക്നോളജിയെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അവരെ അത് ഇഷ്ടത്തിന്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു തരത്തിലേക്ക് എത്തിക്കുന്ന പ്രിയപ്പെട്ട SITCമാരായി നമുക്ക് ഓരോരുത്തർക്കും മാറണം. ഇനി എന്റെ റിട്ടയർമെന്റ് ജീവിതത്തെ പറ്റിയുള്ള മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ വലിയ കാര്യമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ
ഇനി ചെയ്യാൻ പോകുന്ന പോലെ അല്പം കാപ്പി കൃഷിയൊക്കെ നിർത്തണം, പിന്നെ നന്നായിട്ട് ഉറങ്ങണം, കുറച്ച് യാത്ര ചെയ്യണം. ഇതൊക്കെയാണ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ IT-യുമായി ബന്ധപ്പെട്ട് ബേബി സാർ നേരത്തെ പറഞ്ഞതുപോലെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെറിയ കാര്യം ചെയ്യാൻ തുടങ്ങി. ഈ കോവിഡ് കാലത്ത് ഒരു കോഴ്സ് ചെയ്തു. അത് ഹാർവാർഡ്, MIT യൂണിവേഴ്സിറ്റികൾ തയ്യാറാക്കിയിട്ടുള്ള എഡെക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓപ്പൺ എഡെക്സ്. ഓൺലൈൻ കോഴ്സുകൾ നടത്തുകയാണ്. അതിൽ എനിക്ക് അഭിമാനത്തോടെ ഇപ്പോൾ പറയാൻ പറ്റും, യുനെസ്കോ ആ സോഫ്റ്റ്വെയർ ഏറ്റെടുത്തു. അത് ഏറ്റെടുത്തിട്ട് ഈ മെയ് മാസം ആദ്യം മുതൽ 50,000 പഠിതാക്കൾക്ക് ഒരേ സമയം അതില് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് അവരത് ഏറ്റെടുത്തത്. അതിന്റെ ഡെവലപ്മെന്റിനും അതിന്റെ ട്രെയിനിങ്ങിന്റെയും ഭാഗമാകാൻ എനിക്ക് കോവിഡ് കാലം, കോവിഡ് ഉണ്ടാക്കി തന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്റെ രാവുകളും പകലും ഒക്കെ ഞാൻ അതിനും കൂടി ഉപയോഗിച്ചത് കൊണ്ട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചെടുത്തു. അത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ടെക്നീഷ്യന്മാരുണ്ട്. ഒരു കമ്പനി എൻ്റെ മൂത്ത മകന്റെ പേരിൽ ഞാൻ ആരംഭിക്കുകയും ചെയ്തു. കാരണം ഞാൻ സർവീസിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഏപ്രിൽ 1-ാം തീയതി മുതൽ അതിന്റെ സജീവ പങ്കാളിയായിട്ട് ഞാൻ വരും. ആ യുനെസ്കോയുടെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, മുരളി തുമ്മാരക്കുടിയാണ്. അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഷകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ വരും. അപ്പോൾ എൻ്റെ തിരക്ക് ആ മേഖലയിൽ ഒരുപക്ഷെ ഇപ്പോൾ എന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടും. ഒത്തിരി നന്ദി. തന്ന ഉപഹാരത്തിന്, പറഞ്ഞ നല്ല വാക്കുകൾക്ക്, കൂടെ ആയിരുന്നതിന്, ഇത്രയും കാലം എന്നെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തതിന് ഒക്കെ നന്ദി. പിന്നെ ക്ഷമയോദിക്കേണ്ട അപരാധങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഇനിയും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഈ ഒത്തിരി ഇഷ്ടത്തിന് ഈ തുടർന്നും നിങ്ങളുടെയൊക്കെ നമ്പറൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ല. വിളിക്കുമ്പോ വെറുതെ തമാശയ്ക്ക് വിളിക്കാൻ. എൻ്റെ വീട് നിറവയലിലാണ്, വളരെ അടുത്താണ്. എപ്പോഴെങ്കിലും ഒക്കെ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമുണ്ട്. ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഈ മുഖംമൂടി എപ്പോൾ മാറ്റാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ മുഖംമൂടിയൊക്കെ മാറ്റുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ സഹപ്രവർത്തകർ എന്തായാലും അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു ജില്ലാ കോർഡിനേറ്ററെ ഉടനെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, കൈറ്റിലെ മറ്റ് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഴുവൻ IT കോർഡിനേറ്റർമാരും SIDCമാരും ഒരുമിച്ച് നിന്ന് ജില്ലയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കണം. ഇതുവഴി നമ്മുടെ ജില്ലയുടെ SLC നിലവാരവും +2 നിലവാരവും BHSCയുടെ നിലവാരവും ഒക്കെ വർദ്ധിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളൊപ്പം ഉണ്ടാകും എന്ന് എനിക്കറിയാം. നന്ദി, നമസ്കാരം.